ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്പർ ബേസ് കൺവേർഷൻ ആണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. അതായത് 0 എന്നും 1 എന്നും പറയുന്ന 2 ഡിജിറ്റുകൾ മാത്രമാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് യൂസറിന് മനസ്സിലാവുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഡെസിമൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ ഒക്ടൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ ലെറ്റേഴ്സോട് കൂടിയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പേഴ്സ്, അതൊക്കെയാണ് യൂസറിന് മനസ്സിലാവുന്നത്. ഇപ്പൊ യൂസറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലുമാക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിനെ യൂസറിന് മനസ്സിലാവുന്ന രീതിയിലോട്ട് തിരിച്ചും കൺവേർട്ട് ചെയ്യണം. അതാണ് ഇവിടെ മെയിൻ ആയിട്ടും നമ്പർ ബേസ് കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബൈനറി ഫോമിലുള്ള നമ്പറിനെ മറ്റു ഫോമിലോട്ടും ആക്കുക, മറ്റു ഫോമിലുള്ള നമ്പറിനെ ബൈനറിയിലോട്ടൊക്കെ ആക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻസ്. In our previous section, we learned different types of number system such as binary, octal and hexadecimal. In this part of the tutorial, we will learn how we can change a number from one number system to another number system. Main item 4 types number conversion ആണ് ഉള്ളത്. 4 ടൈപ്പ് നമ്പർ സിസ്റ്റം ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ ബേസിൽ ഓരോ നമ്പർ സിസ്റ്റത്തിനെയും മറ്റ് 3 നമ്പർ സിസ്റ്റത്തിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബൈനറി ടു അതർ നമ്പർ സിസ്റ്റം. ബൈനറിനെ മറ്റ് 3 നമ്പർ സിസ്റ്റത്തിലോട്ടും കൺവേർട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഡെസിമൽ ടു അതർ നമ്പർ സിസ്റ്റം. ഡെസിമലിനെ ബാക്കി 3 നമ്പർ സിസ്റ്റത്തിലോട്ടും കൺവേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തത് ഒക്ടൽ ടു അതർ നമ്പർ സിസ്റ്റം. നാലാമത്തത് ഹെക്സാഡെസിമൽ ടു അതർ നമ്പർ സിസ്റ്റം. അതാണ് ഇവിടെ ഒരു ഫിഗർ ആയിട്ട് തന്നിരിക്കുന്നത്. നമ്പർ ബേസ് കൺവേർഷൻ ബൈനറി ടു അതർ നമ്പർ സിസ്റ്റത്തിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ബൈനറിനെ ഡെസിമൽ ആക്കുക, ബൈനറിനെ ഒക്ടൽ ആക്കുക, ബൈനറിനെ ഹെക്സാഡെസിമൽ ആക്കുക. അതാണ് ബേസിക് ആയിട്ടും ബൈനറിയിൽ നിന്നുമുള്ള കൺവേർഷൻസ്. ഇനി ഡെസിമൽ നമ്പർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ ഡെസിമലിനെ ബൈനറി ആക്കുക, ഡെസിമലിനെ ഒക്ടൽ ആക്കുക, ഡെസിമലിനെ ഹെക്സാഡെസിമൽ ആക്കുക. ഇനി ഒക്ടൽ ആണ് എടുക്കുന്നതെങ്കിലോ ഒക്ടൽ ടു ബൈനറി, ഒക്ടലിനെ ബൈനറി ആക്കുക, ഒക്ടലിനെ ഡെസിമൽ ആക്കുക, ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആക്കുക. ഇനി ഹെക്സാഡെസിമൽ ആണെങ്കിലോ ഹെക്സാഡെസിമലിനെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഹെക്സാഡെസിമലിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഹെക്സാഡെസിമലിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി ഈ നമ്പർ കൺവേർഷൻ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റവും അതിനകത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമേ നമ്പറിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാവുള്ളൂ. ഓരോ നമ്പർ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ബേസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനകത്ത് ഏതൊക്കെ ഡിജിറ്റ്സ് ആണ് വരുന്നത്, ഓരോ ഡിജിറ്റ്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒക്ടലും ബൈനറിയുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് എന്താണ്. ബൈനറിക്ക് അല്ലെങ്കിൽ ഒക്ടലിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ബിറ്റ്സ് ബൈനറിയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ കോഡ് 0 തൊട്ട് 7 വരെയുള്ള ഡിജിറ്റിന് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹെക്സാഡെസിമലിലോട്ട് വരുമ്പോൾ ബൈനറിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഹെക്സാഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ്സ് ഉള്ള ബൈനറിയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സുകളിൽ ആ ഒരു നമ്പറും അതുപോലെ തന്നെ 10 തൊട്ട് 15 വരെയുള്ള ലെറ്റേഴ്സിന്റെ വാല്യൂ പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ കൺവേർഷനകത്ത് അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് കൺവേർഷൻ ആണ്. അതായത് ബൈനറി ടു അതർ നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ അതിനകത്ത് തന്നെ 3 കൺവേർഷൻ സബ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. There are 3 conversions possible for binary number, that is binary to decimal, binary to octal, binary to hexadecimal. ഈ 0 എന്നും 1 എന്നും പറയുന്ന ബൈനറി നമ്പറിനെ ഡെസിമൽ ആക്കാൻ പഠിക്കണം, ഒക്ടൽ ആക്കാൻ പഠിക്കണം, ഹെക്സാഡെസിമൽ ആക്കാൻ പഠിക്കണം. The conversion process of a binary number to decimal differs from the remaining others. Let's take a detailed discussion on binary number system conversion. ഇപ്പൊ ബൈനറി ടു അതർ നമ്പർ സിസ്റ്റത്തിനകത്തെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ബൈനറി ടു ഡെസിമൽ ആണ്. അപ്പൊ അവിടെ ഓർത്തിരിക്കുന്ന കാര്യം എന്താ? ബൈനറിയുടെ ബേസ് 2 ആണ്. അതിനകത്ത് 0യും 1ഉം ആണ് ഡിജിറ്റ്സ് വരുന്നത്. ഡെസിമലിന്റെ ബേസ് എത്രയാണ്? 10 ആണ്. അതിനകത്ത് 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 0, 1 എന്ന് പറയുന്ന ഡിജിറ്റ്സിനെ
സീറോയ്ക്കും 9നും ഇടയ്ക്കുള്ള ഡിജിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനുള്ള മെത്തേഡ് എന്താണെന്ന് നോക്കാം. The process of converting binary to decimal is quite simple. The process starts from multiplying the bits of binary number with its corresponding positional weights, and lastly we add all those products. അതായത് weighted addition ആണ് ഇവിടെ വരുന്നത്. അതായത് നമുക്കറിയാം ബൈനറിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പൊ ഡെസിമലിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ നമ്മൾ 2വിന്റെ വെയിറ്റ് അനുസരിച്ച് എഴുതുന്നു. ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2വിന്റെ വെയിറ്റ് അനുസരിച്ച് എഴുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ വെയിറ്റുകളെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ ബേസിക് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇതാണ് തന്നിരിക്കുന്ന ബൈനറി നമ്പർ. അപ്പൊ ഇവിടെ പോയിന്റോട് കൂടിയ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പൊ തൽക്കാലം നിങ്ങൾ ഈ പോയിന്റ് ഉള്ള നമ്പർ അങ്ങ് മാറ്റി വെക്കുക. അതെങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യുന്ന ഒരു ബൈനറി നമ്പർ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് റീഡ് ചെയ്യേണ്ടത്. പക്ഷെ വാല്യൂ എടുക്കുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണം വാല്യൂ എടുക്കാനായിട്ട്. നമ്മൾ റീഡ് ചെയ്യുവാണ് 10110 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ബൈനറി നമ്പർ. നമ്മൾ അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ എന്ത് ചെയ്തു? ആ 10110 എന്ന് പറയുന്ന നമ്പർ എടുത്തെഴുതി. അതിനുശേഷം അതിനകത്തെ ഓരോ ബിറ്റിന്റെയും പൊസിഷൻ അനുസരിച്ചുള്ള 2വിന്റെ ഡേറ്റ് നമ്മൾ ആ ബിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മനസ്സിലായോ? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് വേണം നമ്മൾ വാല്യൂ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടുള്ള ഓരോ ബിറ്റുകൾ നമ്മൾ എടുക്കുന്നു. ആ ഓരോ ബിറ്റിന്റെയും 2വിന്റെ പവർ അല്ലെങ്കിൽ വെയിറ്റ്, 2വിന്റെ പവർ അല്ലെങ്കിൽ വെയിറ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പം ഏതാണോ അങ്ങനെ പഠിക്കാം. 2വിന്റെ പവർ അല്ലെങ്കിൽ വെയിറ്റ് കൊണ്ട് നമ്മൾ ആ ഓരോ ബിറ്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ടേമുകൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ പറഞ്ഞു വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ സീറോയിൽ നിന്നും അല്ലെങ്കിൽ റൈറ്റിൽ നിന്നുമാണ് നമ്മൾ വാല്യൂ എടുക്കേണ്ടത്. അപ്പൊ റൈറ്റിൽ നിന്നും വാല്യൂ എടുക്കുമ്പോൾ വരുന്ന എങ്ങനെയാണ്? റൈറ്റിൽ വന്നിരിക്കുന്ന ഏറ്റവും റൈറ്റ് മോസ്റ്റ് ആയിട്ടുള്ള ബിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 0 ആണ്. അപ്പൊ നോക്കുക, 0 × 2⁻0. നമ്മുടെ പവർ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയിലാ? 2⁻0യിലാണ് പവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് മോസ്റ്റ് ബിറ്റ് ആയിട്ടുള്ള 0 × നമ്മൾ ആദ്യത്തെ പവർ ആയിട്ടുള്ള 2⁻0 കൊടുത്തു. ഇനി അടുത്തത് പ്ലസ് കൊടുത്തു കഴിഞ്ഞ് അടുത്ത ബിറ്റ് ഏതാണ്? 1 ആണ് അടുത്ത ബിറ്റ്. 1 × അടുത്ത പവർ ഏതാണ്? 2⁻1 ആണ് അടുത്ത പവർ, അത് കൊടുത്തു. പ്ലസ് അടുത്ത ബിറ്റ് ഏതാണ്? വീണ്ടും 1 ആ വന്നിരിക്കുന്നത്. അപ്പം 2⁻0, 2⁻1, 2⁻2. 1 × 2⁻2 കൊടുത്തു. പ്ലസ് അതിനുശേഷം അടുത്ത ബിറ്റ് വന്നിരിക്കുന്നത് 0 ആണ്. അപ്പൊ 0യുടെ പവർ ഏതാ വരുന്നത്? 2⁻0, 2⁻1, 2⁻2, 2⁻3. അപ്പൊ 0 × 2⁻3 വന്നു. അതിനുശേഷം അടുത്ത ബിറ്റ് 1 ആണ് വന്നിരിക്കുന്നത്. അപ്പം 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4 ആണ് ഇവിടുത്തെ മാക്സിമം വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 1 × 2⁻4 വരെ കൊടുത്തു. അപ്പൊ ഇത്രയും വരെ നമ്മൾ കറക്റ്റ് ഓരോ ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് വെച്ച് നമ്മൾ ആ ബിറ്റുകളെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ ഔട്ട്പുട്ടുകൾ നമ്മൾ ആഡ് ചെയ്യണം. ഇനി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പൊ 0 × കൂട്ടി വരുന്ന പവറുകളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 2വിന്റെ പവറുകൾ മാത്രം നമ്മൾ എടുത്തെഴുതുക അടുത്ത സ്റ്റെപ്പിലോട്ട്. ഇവിടെ നോക്കിയേ, 1 × 2⁻4. ഇപ്പൊ 1 × 2⁻4 എന്ന് പറയുന്നത് 16 ആയതുകൊണ്ട് 16 എടുത്തെഴുതി. അടുത്തത് 0 × 2⁻3. അത് 0 ആയതുകൊണ്ട് 0 എന്ന് തന്നെ ഇട്ടാലും മതി. അടുത്തത് 1 × 2⁻4 ആണ്. അപ്പൊ 1 × ആണ്. അപ്പൊ ആ വാല്യൂ നമുക്ക് എടുക്കണം. അപ്പൊ 1 × 2⁻2 എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് 1 × 4 കൊടുത്തു. അടുത്തത് 1 × 2⁻1. 2⁻1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ 1 × 2 കൊടുത്തു. അടുത്തത് 0 × 2⁻0. 2⁻0 എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ് 2⁻0യുടെ വാല്യൂ. അപ്പൊ 0 × ആയതുകൊണ്ട് ഈ ടേമും 0 ആയിട്ട് പോകും. അപ്പൊ മിച്ചം നമുക്ക് ഏതൊക്കെ ടേമുകളെ കിട്ടത്തുള്ളൂ? ഈ 1 × 16 കിട്ടും, 1 × 4 കിട്ടും, 1 × 2 കിട്ടും. അപ്പൊ ആ നമ്പറുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുക. 16ഉം
4ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക. എത്ര കിട്ടും? 16ഉം 4ഉം 20ഉം 20 + 2 22 കിട്ടും. അപ്പം നമുക്ക് പോയിന്റ് ഇല്ലാത്ത നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കി, തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് 0.001 പോയിന്റ് കഴിഞ്ഞ നമ്പർ തന്നിട്ടുണ്ട്. അപ്പം പോയിന്റിലുള്ള അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പോയിന്റ് ഉള്ള ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓരോ ഡിജിറ്റുകളുടെയും 2വിന്റെ പവർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പറിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ വാല്യൂ എടുക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് വാല്യൂ എടുക്കുന്നത്. അതുപോലെ തന്നെ പവർ നമ്മൾ എടുക്കുന്നത് 2:0, 2:1 ആ ഒരു ഫോമിലല്ല. എങ്ങനെയാ പവർ എടുക്കുന്നത്? 2⁻1, 2⁻2, 2⁻3 ആ ഒരു ഓർഡറിലാണ് ഈ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ പവർ എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പോയിന്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പോയിന്റ് നമ്പർ എടുത്ത് എഴുതിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ നോക്കേണ്ടത്? വാല്യൂ നമ്മൾ എങ്ങനെയാ എടുക്കേണ്ടത്? ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുക. ഫസ്റ്റ് ബിറ്റ് 0 ആണ്. 0യുടെ പവർ എത്രയാണ് വരുന്നത്? 2⁻1. അടുത്ത 0യുടെ പവർ 2⁻2. അടുത്ത 1ന്റെ പവർ 2⁻3. അപ്പൊ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ 0 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3. അപ്പൊ ഈ 2⁻1 കറസ്പോണ്ടിങ് ആയിട്ട് 1/2 എന്ന് നമുക്ക് എഴുതാം. 2⁻2 കറസ്പോണ്ടിങ് ആയിട്ട് 1/4 എന്ന് എഴുതാം. 2⁻3 കറസ്പോണ്ടിങ് ആയിട്ട് 1/8 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പവറുകളെല്ലാം 0 തന്നെ ആയിട്ട് പോകും. 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പവർ മാത്രമേ നമുക്ക് വാല്യൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ 1 × 1/8 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.125 എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? ഈ 22 വരെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതല്ലേ. അപ്പൊ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ 125 എന്ന് കൊടുത്തു. അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 10110.001 എന്ന് പറയുന്ന ബൈനറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഇപ്പോൾ നമുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ഹോംവർക്ക് ആണ്. അതായത് ഇന്ന് നിങ്ങൾ ഇതുവരെയുള്ള നോട്ട് എഴുതുക. ഈ ഹോംവർക്കും കൂടെ ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഹോംവർക്ക് കൊടുത്തിരിക്കുന്ന നോക്കിയേ. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 101011 ആണ്. സെക്കൻഡ് നമ്പർ 111011. അടുത്തത് 0.1010. ഇതെല്ലാം 1 2 3 ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ തൊട്ടാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു നമ്പറിനെ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇതിന്റെ റൈറ്റ് മോസ്റ്റ് ബിറ്റ് എടുക്കുക. ഓരോ ബിറ്റിനും പവർ കൊടുക്കുക. 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5 അങ്ങനെ പവർ കൊടുക്കുക. അതിനുശേഷം 1 × 2⁻0 പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3 ആ ഒരു ഓർഡറിൽ വേണം ചെയ്തു പോകാനായിട്ട്. അതിനുശേഷം എന്ത് ചെയ്യണം? 1ന്റെ പവറുകൾ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു ടേം നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഔട്ട്പുട്ട് ആയിട്ട് എഴുതുക. അതാണ് കറസ്പോണ്ടിങ് ഡെസിമൽ എന്ന് പറയുന്നത്. ഇനി പോയിന്റ് നമ്പർ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 0.1010 വന്നിരിക്കുന്നത്. അപ്പൊ 0 × 2⁻0 ചെയ്യണം. അത് പോയിന്റ് ഇല്ലാത്ത നമ്പറിന്റെ ഡെസിമൽ വാല്യൂ. അത് കഴിഞ്ഞ് പോയിന്റ് ഉള്ള നമ്പറിന്റെ ഡെസിമൽ വാല്യൂവോ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് എടുക്കുക. അതായത് 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3 പ്ലസ് 0 × 2⁻4. അപ്പം 2⁻1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതാം. മോള് ചെയ്ത പോലെ തന്നെ. അപ്പൊ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഔട്ട്പുട്ട് എഴുതേണ്ടത്. ഇനി ഇത് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഒരു അസൈൻമെന്റ് പോലെ ഞാൻ ഇട്ടേക്കാം. അതിനകത്ത് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്തിരിക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ഇതാണ് ഇന്ന് എഴുതേണ്ട നോട്ട് എന്ന് പറയുന്നത്. എന്തോരം പഠിപ്പിക്കുന്നോ അത്രയും വരെയുള്ള നോട്ട് നിങ്ങൾ എഴുതിയാൽ മതി. മുഴുവൻ PDF ആയിട്ടായിരിക്കും ഞാൻ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മാത്രം.